എന്റെ പൊന്ന് യു കെക്കാരെ, നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് തോണ്ടിക്കൊണ്ടിരുന്നേ. ആ സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടു. ഇതാണ് വീഡിയോ. Thieves try to steal bike. UK ലണ്ടനിൽ നടന്ന കാര്യമാണ് ഈ സംഭവം. ഞാൻ ജസ്റ്റ് ആ പേജിൽ ഒന്ന് കയറി നോക്കി. ആ പേജിന്റെ പേര് കണ്ടോ, കാർ ക്രൈം UK. മോർ ദാൻ 500 പോസ്റ്റ് ഉണ്ട് ഇതിനകത്ത് കിടക്കുന്ന എല്ലാം യു കെയിൽ നടക്കുന്ന കാർ ക്രൈംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറുകൾ അടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോകളാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ ദുബായിൽ ഇതൊന്നും നടക്കാറില്ല, ഇവിടെ ഇങ്ങനെ കാറൊന്നും അടിച്ചുകൊണ്ടൊന്നും പോകാറില്ല. എനിക്കിത് എന്താ പറയാ, എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കണക്ക് തെഫ്റ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് ആൾക്കാർ എങ്ങനെ താമസിക്കുന്നു. അപ്പം ഞാനത് വിട്ടു. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ റെക്കമെൻഡേഷൻ വന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ പേജിലുള്ളത്. ഇതിന്റെ പേര് ലണ്ടൻ UK ക്രൈം എന്നാണ്. മോർ ദാൻ 1500 പോസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. നോക്കിയേ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുപറി, കൊലപാതകം, തട്ടിക്കൊണ്ടുപോക്ക്, ഇതിന്റെയൊക്കെയാണ്. ഇതിന്റെ എല്ലാം ഡോക്യുമെന്റേഷൻ ആണ് ഇതിനകത്ത് മൊത്തത്തിലുണ്ട്. ആരാരൊക്കെ അവിടെ മരിക്കുന്നു, ആരാരൊക്കെ കൊല്ലപ്പെടുന്നു എന്ന്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊന്ന് പോകാതിരിക്കുക. വേറെ ഒന്നുമല്ല, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പേജ് അതിന് വരണമെങ്കിൽ എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ക്രൈംസും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങൾക്ക് വേൾഡിൽ ഏറ്റവും സേഫസ്റ്റ് സിറ്റിയിൽ ജീവിക്കണോ അതോ ഇത് കണക്കുള്ള ക്രൈം നടക്കുന്ന സ്ഥലത്ത് ജീവിക്കണോ എന്ന്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടുക. ബൈ.